Vototam, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp, ICL FinCorp, the intelligent choice. NITC, ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. co-powered by Amrithveni. അമൃത്വേണി ഹെയർ എലിക്സിർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു. വോട്ടോട്ടം എന്നുള്ളത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലെന്താണ്, ഇവിടുത്തെ ജനങ്ങൾ ഇത്തവണ ആർക്കൊപ്പമാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ, അതോ നിലവിലെ എംപിയുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തരാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ജനങ്ങളുമായി ചോദിക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങൾ കാണാം. പൊതുവായിട്ട് അവർ ഒരു മാറ്റം ആവശ്യമാണ്. ഇപ്പോൾ രണ്ട് പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭരിച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇപ്പോഴത്തെ നമ്മുടെ കേരളം പോണേ. ശരിക്കും അതല്ല, ഒരു മാറ്റം ആവശ്യമാണ്. ഇപ്പോഴത്തെ പുതിയ തലമുറ അത് അംഗീകരിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കാനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇവിടെ പോരാത്തിന് എറണാകുളം ജില്ല എന്ന് പറഞ്ഞ എറണാകുളം പാർലമെന്റ് എന്ന് പറഞ്ഞ ശ്രീമാൻ ഹൈബിടൻ വിജയിക്കുന്ന ശുഭപ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഏകദേശം 4 സ്ക്വാഡോളം പൂർത്തിയായിരിക്കുന്നു. 5ാം സ്ക്വാഡിലേക്കുള്ള മെറ്റീരിയൽ ഇപ്പോൾ സപ്ലൈ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയായ നിലയിൽ സ്ഥാനാർത്ഥിക്ക് നല്ലൊരു പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്നാണെങ്കിലും. നല്ലൊരു വ്യക്തി 5 കൊല്ലം കാഴ്ചവെച്ചതെന്ന് പറഞ്ഞ നിസ്സാര വികസനങ്ങളല്ല. കൊച്ചിനെ സംബന്ധിച്ചോളം ശ്രീമാൻ ഹൈബിടൻ ചെയ്തിരുന്നത് വികസനം വെച്ച് നോക്കണമെങ്കിൽ സ്ത്രീകൾക്കായി മെൻസ്ട്രൽ കപ്പ് 1 കോടിയോളം മെൻസ്ട്രൽ കപ്പ് എടുത്ത് പുള്ളിക്ക് ഓസ്കാർ അവാർഡ് നൽകിയായിരുന്നു IMA. പിന്നെ അതുകൂടാതെ പുള്ളിയുടെ സൗഖ്യം മെഡിക്കൽ ക്യാമ്പ് അങ്ങനെയുള്ള ജനകീയ പദ്ധതികളെല്ലാം വിജയം കണ്ട വ്യക്തിയാണ്. അതുകൂടാതെ ശ്രീമാൻ ഹൈബിടൻ കൊച്ചിൻ ഹാർബറിന് പിന്നെ നമ്മുടെ വികസന സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കും. പുള്ളി ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു അനുഭവമാണ്. ഞാൻ ഒരു ദിവസം രാവിലെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയെ ചർച്ച ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് ഒരു ടീം ചർച്ച ചെയ്തപ്പോൾ ഞാനപ്പോൾ ആലോചിച്ച് എംപി ഇത്രയും സ്ട്രെയിൻ ചെയ്താണ് ഒരു ദിവസം ജീവിക്കണം. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ ഒറ്റടിക്ക് പറയുകയും ചെയ്ത് ഞാനത് വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 മിനിറ്റ് അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് പുള്ളി അത് റിയാക്ഷൻ ചെയ്തോണ്ടൊരു എൻ്റെ മുന്നിൽ വെച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്. എറണാകുളം വികസിക്കണം. കൊച്ചി മഹാനഗരം മെട്രോ നഗരം. ഈ മെട്രോ നഗരത്തിൽ ഇന്നൊരു 65-70 വയസ്സുള്ള ഒരു വ്യക്തി മഹാനഗരത്തിൽ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ 5 വയസ്സിൽ അദ്ദേഹം ഫേസ് ചെയ്ത എന്തൊക്കെ ആവശ്യങ്ങളായിരുന്നോ ആ ആവശ്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ 60ാമത്തെ വയസ്സ് അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ് ഈ മഹാനഗരം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അത് ഈ കൊച്ചിയെ അല്ലെങ്കിൽ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തെ പ്രതിദാനം ചെയ്തിട്ടുള്ള റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ജനപ്രതിനിധികളുടെ പോരായ്മയാണ്, ജനപ്രതിനിധികളുടെ അവഹേളനമാണ്. അതുകൊണ്ടൊരു മാറ്റം വേണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊന്ന്. മറ്റൊന്ന്, ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ലോകത്തിന്റെ കുതിപ്പിനൊപ്പം അല്ലെങ്കിൽ ഇന്നിപ്പോ മൈക്രോ യുഗത്തിൽ ലോകം മുഴുവനും കുതിക്കുകയാണ്. ഭാരതത്തിൽ വലിയ വികസനം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വലിയ വികസനം നടത്തുമ്പോൾ മെട്രോ നഗരം പോലെയുള്ള മെട്രോ നഗരത്തിലേക്ക് ഇത് മാറിക്കഴിഞ്ഞപ്പോൾ അടിസ്ഥാന സൌകര്യങ്ങളുടെ പോരായ്മ. ഒരു മെട്രോ നഗരമായി മാറുമ്പോൾ സ്വന്തം ഫണ്ടിൽ നിന്ന്, തനത് ഫണ്ടിൽ നിന്ന് അടിസ്ഥാന സൌകര്യങ്ങൾ പോലും അതിനുവേണ്ടി നീക്കിവെക്കാൻ സാധിക്കാത്തൊരു എംപിയാണ് നമുക്കുള്ളത്. ഇന്നും ഒരു മൂത്രപ്പുര പൈസ കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ. എറണാകുളം മഹാനഗരത്തിൽ വന്നു പോകുന്ന ആളുകൾക്ക് ഒരു മൂത്രപ്പുരയില്ലാത്തൊരു നഗരം എറണാകുളം മഹാനഗരമാണ്. പല അമ്മമാരും സ്ത്രീകളും പലപ്പോഴും പരാതി പറയാറുള്ളത് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ പോകണം. പല ബസ് സ്റ്റാൻഡുകളിലും ഈ സൌകര്യങ്ങളില്ല, പല ബസ് ഷെൽട്ടറുകളിലും ഈ സൌകര്യങ്ങളില്ല. അപ്പോൾ എറണാകുളം മഹാനഗരം അനുഭവിക്കുന്ന ഇതുപോലെയുള്ള നിരവധി വിഷയങ്ങളാണ്. വെള്ളക്കെട്ട്, കൊതുക് നിവാരണം, ഇവിടെ കൊതുകിന്റെ ശല്യം, കൊതുക് കൊതുകുവല ഇട്ടുകൊണ്ട് പ്രതിഷേധിച്ചതും കൊതുകിനെ ഓടിക്കാൻ വേണ്ടി ഫോഗിംഗ് ഒക്കെ നടത്തിയതുമൊക്കെ ഈ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകളാണ്. 5 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 50 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ 50 വർഷം പിന്നിടുമ്പോൾ അതേ കാരണങ്ങൾ തന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇവർ എന്താണ് ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അരമണിക്കൂർ മഴ പെയ്തു കഴിഞ്ഞാൽ അരക്കൊപ്പം വെള്ളം. ഇതാണ് കൊച്ചി മഹാനഗരത്തിന്റെ മുഖമുദ്ര. അറബിക്കടൽ പടിഞ്ഞാറ് വശം, വേമ്പനാട്ട് കായൽ, സുഗമമായിട്ട് ഒഴുകുന്ന ഒരുപാട് മറ്റു തോടുകൾ, ഇത്രയും സൌകര്യങ്ങളുള്ള ഈ
മഹാനഗരത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അറബിക്കടലിലേക്ക് വെള്ളം ചെന്നെത്തുവാനുള്ള ഒരു നല്ലൊരു ഡ്രെയിനേജ് പോലും ഇനി മഹാനഗരത്തിനില്ല എന്നുള്ളതാണ്. പേരണ്ടൂർ കനാൽ പോലെയുള്ള കനാലുകളിൽ നിന്ന് ജലം മര്യാദ ഒഴുകി പോകാത്തത് കൊണ്ട് പാവൽ കൊണ്ട് മലീമസമായി, മാലിന്യങ്ങൾ കൊണ്ട് മലീമസമായി ഇന്ന് കായൽ പോലും, പേരണ്ടൂർ കനാൽ പോലും ഇല്ലാണ്ടായിരിക്കുകയാണ്. ഇതെല്ലാം പരിഹാരം കാണേണ്ട ആളുകൾ ജനപ്രതിനിധികളായിരുന്നു. ഇതിനുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇത് ഞാൻ പറഞ്ഞത് ഇത് മഹാനഗരത്തെക്കുറിച്ച് മാത്രമാണ്. ഇതിന്റെ സമീപ പ്രദേശങ്ങളുണ്ട്. വൈപ്പിൻ പോലെയുള്ള, പറവൂർ പോലെയുള്ള, ചെല്ലാനം പോലെ പ്രദേശങ്ങളുണ്ട്. കുടിവെള്ളക്ഷാമം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ജനങ്ങളല്ലേ ഈ നാട്ടിലുള്ളത്. മഹാനഗരത്തിൽ മഴ പെയ്താൽ പുറത്തിറങ്ങാൻ നടക്കാൻ സാധിക്കാത്ത അത്രയും വെള്ളപ്പൊക്കം, വേനലായാൽ ഈ മീനമാസ ചൂട്, ഇപ്പോൾ ഏപ്രിൽ ഈ മെയ് മാസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടനുഭവിക്കുന്ന സമയത്ത് കുടിവെള്ളവുമില്ല. ഇത്രയും പരിതാപകരമായിട്ടുള്ള ജനജീവിതം അനുഭവിക്കേണ്ടി വരുന്ന ഒരു ജനത എനിക്ക് തോന്നുന്നു ലോകത്തിന്റെ ഒരു ഭാഗത്തും ഉണ്ടാവില്ല എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ മെട്രോ നഗരത്തിലാണ് ജീവിക്കുന്നത്, വളരെ സംസ്കാര സമ്പന്നരാണ് എന്ന് മേനി പറയാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഗതികേട് ഇതാണ്. അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട്, മോദിജിക്ക് അനുകൂലമായിട്ട് വികസനത്തിന്റെ ആ വികസന നായകൻ, അദ്ദേഹത്തിന്റെ ആ ഒരു ശ്രദ്ധ പ്രത്യേകമായിട്ട് എറണാകുളത്തിന് ഉണ്ടാവണമെങ്കിൽ എറണാകുളത്ത് NDAയുടെ സ്ഥാനാർത്ഥി വിജയിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എംപിയുടെ പ്രവർത്തനം ജനകീയമായ രീതിയിൽ മറ്റ് മുൻ ജനപ്രതിനിധികളെക്കാൾ ഭംഗിയായി എല്ലാ രംഗങ്ങളിലും, ആതുര രംഗത്തായാലും കൊള്ള, മറ്റ് വിദ്യാഭ്യാസ കാര്യങ്ങളിലായാലും, സാമൂഹ്യപരമായ അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന തരത്തിൽ ഏത് രംഗത്തും എവിടെയൊക്കെ ജനങ്ങളുടെ അവശത അനുഭവിക്കുന്ന ഭാഗങ്ങളുണ്ടോ അവിടെയൊക്കെ ഓടിച്ചെല്ലുകയും അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിന് ഒരു പരിധിവരെ ഒരു MPയെ കൊണ്ട് ചെയ്യാവുന്നത്ര കാര്യങ്ങൾ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ അവസരങ്ങളും നന്നായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. ഈ സാധാരണഗതിയിൽ ഒരു മത്സരം വരുമ്പോൾ എതിർ സ്ഥാനാർത്ഥികളുണ്ടാവും. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ജനപ്രതിനിധി എന്ന നിലയിൽ ഹൈബീഡൻ നടത്തിയ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ആ വ്യക്തി ഏത് വിഭാഗത്തെ പ്രതിദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് മുന്നണിയെ പ്രതിദാനം ചെയ്യുന്നോ ആ മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയതെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവനറിയാം. ഞങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ദൈനംദിനമെന്നോണം നിങ്ങളും പത്രങ്ങളും അതുപോലുള്ള മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ കാര്യങ്ങൾ ആളുകൾ ദൈനംദിനമെന്നോണം കണ്ണുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തി ഈ 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ ചില ദൗത്യം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ പ്രതികാരത്തോട് തന്നെ ജനങ്ങളത് ആ അന്നത്തെ ദിവസം അത് വിനിയോഗിക്കുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇപ്പോൾ കുറെ ദിവസങ്ങളായി ഞങ്ങൾ ജനങ്ങളുമായി സംവദിക്കുകയും അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അവരുടെ പ്രതികരണം കാണുമ്പോൾ ഞങ്ങൾക്കറിയാം. ഞങ്ങളൊരു കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങാട് അഡ്വാൻസ് ആയിട്ട് പറയുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റുള്ള രീതിയിലുള്ള ആരപ്പുറത്ത് മത്സരിക്കുന്നു എന്നുള്ള ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം 5 വർഷം നടത്തിയ, ഞങ്ങളുടെ MP നടത്തിയ, ജനപ്രതിനിധി നടത്തിയ, ഹൈബീഡൻ നടത്തിയ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇപ്പുറത്ത് ആര് മത്സരിക്കുന്നോ അവർ നടത്തിയ കഴിഞ്ഞ ഈ പറഞ്ഞ 5 വർഷമോ അല്ലെങ്കിൽ 7.5 വർഷമോ 10 വർഷമോ കാലം നടത്തിയ ആ ആളുകളുടെ പ്രവർത്തനങ്ങളുമായി വിലയിരുത്തുമ്പോൾ ആ വിലയിരുത്തൽ ഞങ്ങൾക്ക് UDFന് കേരളത്തിന് അനുകൂലമാണെന്നുള്ളതാണ് ഇന്നുവരെ നടത്തിയ ഞങ്ങളുടെ വിശകലനം. അതുതന്നെയായിരിക്കും റിസൾട്ടിൽ ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ രാജ്യം വളരെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വികസനം നമ്മുടെ കേരളത്തിലും ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പാർലമെന്റിൽ പോയി കൂവി വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാനോ ഒന്നുമില്ല, അവിടെ ചെന്ന് ബെഞ്ചിനടിച്ചും കൂവി വിളിച്ചും നിൽക്കുന്ന ഒരു MPമാരെ അല്ല നമ്മൾക്ക് ആവശ്യം. നമ്മുടെ നാട്ടിൽ വികസനം കൊണ്ടുവരണം. ആ വികസനം കൊണ്ടുവരണമെങ്കിൽ NDAയുടെ MPമാരെ നമ്മൾ ജയിപ്പിച്ചു വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം 60 വർഷത്തോളം കോൺഗ്രസ് ഭരിച്ചു. UPയുടെ കാലത്ത് 8 മന്ത്രിമാർ ഈ കേരളത്തിൽ നിന്ന് പോയി. ആ 8 മന്ത്രിമാര് എന്താണ് ഈ കേരളത്തിൽ കൊണ്ടുവന്ന വികസനം എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതാണ്. 45 വർഷം, നിങ്ങൾക്കറിയാലോ, ആലപ്പുഴ ബൈപ്പാസ് 45 വർഷം കഴിഞ്ഞു അവിടെ കിടന്നിട്ട് നരേന്ദ്രമോദി സർക്കാർ വരുന്നു അവിടെ വികസനം കൊണ്ടുവരാൻ, ആ പാലം ശരിയാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഓരോ ഇത് എടുത്തു കഴിഞ്ഞാലും
നമ്മുടെ രാജ്യം വികസിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇവിടെ കിടന്ന് പട്ടിണിയിലും പരിവട്ടത്തിലും എല്ലാ രീതിയിലും എല്ലാം ശരിയാക്കാന്നും പറഞ്ഞ് കയറി വന്ന LDF സർക്കാർ ഈ കേരളം തന്നെ മുട്ടിപ്പിച്ച് കഴിഞ്ഞിരിക്കുക. അറിയാം, KSEBയുടെ നമ്മുടെ ഇലക്ട്രിക് ബില്ലിന്റെ കാര്യം നിങ്ങൾക്കറിയാം. അതുപോലെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന ബില്ലുകൾ, ഇതെല്ലാ രീതിയിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭരണമാണ്. പെൻഷൻ മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. പെൻഷൻ ഇല്ലാണ്ട് പിച്ചച്ചട്ടിയായിട്ട് അമ്മമാര് തെരുവിലിറങ്ങുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോരാ, നമ്മുടെ ഈ കേരളം വികസിക്കണമെങ്കിൽ വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇവര് കണ്ടമാനം ചാർജ് കൂട്ടുന്നുണ്ട്. അതുപോലെ പെട്രോളിന് 2 രൂപ സെസ് ഏർപ്പെടുത്തി. എന്തിനാണെന്ന് അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നിപ്പം 6-7 മാസം കഴിഞ്ഞിട്ടും ആ പെൻഷൻ ഇന്നും അവരുടെ കൈകളിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലല്ലോ, നമുക്ക് നമ്മുടെ നാട് വികസിക്കണം. നമ്മുടെ ഇവിടുന്ന് പോകുന്ന MPമാര് അവിടെ ചെന്ന് നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ വികസനം കൊണ്ടുവരാനുള്ള ആളുകളെയാണ് നമുക്ക് പറഞ്ഞു വിടേണ്ട. അല്ലാണ്ട് ഇംഗ്ലീഷ് പോലും മര്യാദയ്ക്ക് പറയാൻ അറിയാൻ പാടില്ലാത്തവരെ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചു വിട്ടിട്ട് എന്താ കാര്യം? നമ്മുടെ ഇവിടെ ഒരു MP ഉണ്ട്. ആ MP പോയിട്ട് ഇവിടെ എന്ത് വികസനമാണ് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നത്? എല്ലാ വികസനം, നരേന്ദ്രമോദി ചെയ്ത വികസനം ഞങ്ങളുടെ നേട്ടമാണെന്നും പറഞ്ഞ് ഫ്ലെക്സിൽ എഴുതി കാണിക്കുന്നതല്ല വികസനം, നടപ്പിലാക്കേണ്ടതാണ്. നരേന്ദ്രമോദി വികസനം നടപ്പിലാക്കും, അല്ല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടേത്. അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി എന്തും നമ്മൾക്ക് നമ്മുടെ കേരളത്തിലേക്ക് നല്ല മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ കൊടുക്കുന്നത് പോലെ ഇവിടെയും കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് വേണ്ട വിധം വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. 15 കോടിയും കണ്ടാണ് ഒരു MPക്ക് കൊടുക്കുന്നത്. അതിൽ 6 കോടി പോലും അവരിവിടെ ചെലവാക്കിയിട്ടില്ല. അപ്പൊ അതൊക്കെ ഇവിടുത്തെ ജനങ്ങളത് മനസ്സിലാക്കണം. ആ ജനങ്ങളത് ചോദിക്കണം, എന്തുകൊണ്ട് ഇങ്ങനെ ഓരോ MPമാർക്ക് കൊടുക്കുന്ന ഈ കോടികള് ആ ഓരോ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ അറിയണം. അപ്പൊ നമുക്ക് വേണ്ടത് ഇവിടുന്ന് ജയിച്ചു പോകേണ്ട NDAയുടെ സാരഥികളെ ജയിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ നാട് വികസിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ തന്നെ ജയിപ്പിച്ചു വിടണമെന്നാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു അഭ്യർത്ഥന. വോട്ടോട്ടം co-presented by Berger Paints, 100 years of trust, powered by ICL Fincorp, ICL Fincorp, the intelligent choice. NITC, ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. co-powered by അമൃതവേണി. അമൃതവേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ. Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകും. വോട്ടോട്ടം co-presented by Berger Paints, 100 years of trust, powered by ICL Fincorp, ICL Fincorp, the intelligent choice. NITC, ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. co-powered by അമൃതവേണി. അമൃതവേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ. Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു. ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യം സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഇവിടെ മതാധിപത്യത്തിനെതിരെ ജനാധിപത്യം സ്ഥാപിക്കാൻ വീണ്ടും ഒരു യുദ്ധ മുന്നണിയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. കാരണം ഹൈബിയുടെ എന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിലും ഒരു വടവൃക്ഷമായി, ഒരു തണലായിട്ട് നിൽക്കുകയാണ്. ഈ നാടിന്റെ മുഖ്യ തണലേകാനായിട്ട് ഇദ്ദേഹത്തിനോട് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഇതിന്റെ ഉത്തരങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ പോലെ ഇത്രയേറെ മനുഷ്യസ്നേഹിയായിട്ട് ജീവിക്കുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് വേറെ മറ്റൊരു MPമാർക്കും ഇല്ലാത്ത ഒരുപാട് കഴിവുകൾ, അദ്ദേഹം ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരാണ്. ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മറ്റവര് ഞങ്ങൾ എതിർ സ്ഥാനാർത്ഥി അവര്
ചിഹ്നം നിലനിർത്താൻ വേണ്ടി മത്സരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ചിഹ്നത്തിനല്ല, ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഈ രാജ്യത്ത് സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം ഞങ്ങൾക്ക്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങൾക്ക് ഒരു പ്രതിയോഗിയേ അല്ല. ഞങ്ങള് ചിഹ്നം നിലനിർത്താൻ വേണ്ടിയല്ല, ഞങ്ങൾ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ന്യൂസ് 18 ചാനലിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചാൽ സാഹചര്യം ഉണ്ടാക്കി തന്നതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എന്താണ് നരേന്ദ്രമോദി വരേണ്ട ആവശ്യകത എന്ന് ഉള്ള അഭിപ്രായം അറിയിക്കുകയാണ് ഇപ്പോഴത്തെ എൻ്റെ കർത്തവ്യം. അതായത് പല പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നടിച്ച് നടക്കുന്ന അധികാരവർഗവും രാഷ്ട്രീയക്കാരുമാണ് ഇവിടെ ഉള്ളത്. ന്യൂസ് 18 ചാനലിൽ ഒരു കാര്യം ഒന്ന് കവർ ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ പേട്ട ഗാന്ധി സ്ക്വയറിൻ്റെ തെക്ക് വശം ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഒരു വലിയ കുഴി, ഒരു കിടങ്ങുണ്ടാക്കി വെച്ചേക്കുക. ന്യൂസ് 18 അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ഒരു വിഷയമാണ്. എത്ര പേരാണ് അവിടെ അപകടത്തിൽപ്പെടുന്നത്. അത് അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിയുമ്പോൾ തൽക്കാലം ഒരു മറയൊക്കെ കെട്ടിവെക്കും വീഴാതിരിക്കാനായിട്ട്. വീണ്ടും അതൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കുന്നു. അവിടെ ആളുകൾ ഇഷ്ടം പോലെ അപകടങ്ങൾ ഉണ്ടാകുന്നു. അത് ഒന്നും ആരും കാണാത്ത മട്ടിൽ നടിച്ച് ഇലക്ഷന്റെ പുറകെ നടക്കുകയാണ്. വോട്ട് ആഴ്ച ഇങ്ങനെ നടക്കുകയാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ തന്നെ ഉത്തരവാദികളാണ് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ. അപ്പോൾ അത് പിന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കണം. അങ്ങനെ നമ്മുടെ രാജ്യത്തിന് പുരോഗതിയൊക്കെ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി വരണം. അതുകൊണ്ട് വോട്ടർമാരെല്ലാവരും ഇനിയും വിഡ്ഢികളാകാതെ നല്ല മനസ്സോടുകൂടി നരേന്ദ്രമോദിക്ക് കരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. എല്ലാവരുടെയും വോട്ട് KS രാധാകൃഷ്ണൻ അവർക്ക് കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. നല്ല പ്രവർത്തനമാണ് ആൾക്ക്. ഞാൻ അയാളുടെ വീട്ടിൽ നിന്ന് വരുന്ന ആളാണ്. അയാളുടെ വീട്ടിലത്തെ വിശ്വാസപ്പെട്ട ഒരാളാണ്. IBയുടെ ഒന്നാമത്തെ ആളാണ്. എറണാകുളം നഗരത്തെ സംബന്ധിച്ച്, എറണാകുളം പാർലമെന്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം മറ്റുള്ള 20 പാർലമെന്റിൽ നിന്നും വിപരീതമായിട്ട് നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം നല്ല രീതിയിൽ നടത്തിയിരുന്ന ഒരു MP ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 5 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലത്തെ മേന്മകൾ മാത്രം മുന്നിട്ട് നിർത്തിയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു വെല്ലുവിളിയില്ല. തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലം ഹൈബീഡൻ എന്ന് പറയുന്ന വ്യക്തി എറണാകുളത്തിന്റെ MP ആയിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരുണ്യ മേഖലയായാലും CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കുറെ ഇനിഷ്യേറ്റീവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വൻപിച്ച സ്വീകാര്യത ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം 2020-21 കാലഘട്ടത്തിലാണ് കോവിഡ് കടന്നു വന്നത്. ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഈ കോവിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് പൂനെയിൽ നിന്നും എറണാകുളത്തേക്ക് ആദ്യമായിട്ട് ഒരു MP കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ശ്രീ ഹൈബീട്ടനാണ്. അതുപോലെ തന്നെ കോവിഡ് സമയത്ത് ഓരോ വീടുകളിലും കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട് കോവിഡ് രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണം ചെയ്തുകൊണ്ട് ഈ എറണാകുളം പാർലമെന്റിലെ 7 നിയോജക മണ്ഡലങ്ങളിലും കൃത്യമായിട്ടുള്ള കോവിഡിന് നമ്മൾ കുറെ സഹായങ്ങൾ എല്ലാം നമുക്ക് ചെയ്യാൻ സാധിച്ചു. അത് നമ്മളെ സംബന്ധിച്ച് അതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. അതെല്ലാം നമുക്ക് കിട്ടുന്ന വലിയൊരു സ്വീകാര്യത തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. എറണാകുളത്തെ സംബന്ധിച്ച് പൊന്നാപുരം കോട്ടയാണ് UDFന്റെ. ഒരിക്കലും മറ്റുള്ള ഒരു സ്ഥാനാർത്ഥിക്കും വെല്ലുവിളി ഉയർത്താൻ ഒരു തരത്തിലും സാധിക്കില്ല. LDF ആണെങ്കിലും BJP ആണെങ്കിലും ഇനി 2020 ആണെങ്കിൽ പോലും ഒരു രീതിയിലും നമ്മുടെ MP അത്ര മികച്ച രീതിയിലുള്ള പ്രവർത്തനവുമായാണ് കഴിഞ്ഞ 5 വർഷക്കാലം മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും നമ്മളെ ബാധിക്കില്ല. നമ്മൾ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം എന്തായാലും കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം ശുഭപ്രതീക്ഷയും വിശ്വാസവും. കാരണം വെച്ചാൽ കൊച്ചി നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള പാർട്ടികളുടെ MPമാരാണ് ഇവിടെ വരുന്നത്. നമ്മുടെ MP കൊച്ചിയിൽ വന്ന് കൊച്ചിയുടെ വികസനത്തിനും കൊച്ചിയുടെ താല്പര്യങ്ങൾക്കും മനുഷ്യരുടെ സംരക്ഷണത്തിനും വേണ്ടി ഒരു MP നമുക്ക് ആവശ്യമാണ്. ആ MPയെ നമ്മൾ പാർലമെന്റിൽ അയച്ചാൽ എറണാകുളത്തിന്റെ വികസനം, എറണാകുളത്തിന്റെ വെള്ളപ്പൊക്കം, എറണാകുളത്തിന്റെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് എല്ലാം ഒരു MP നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് കൊച്ചിയിലേക്ക് നമ്മളൊരു NDA സ്ഥാനാർത്ഥി ജയിപ്പിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലായിരുന്നു. അദ്ദേഹം അവരുടെ ലഘുലേഖകളിൽ അവർ പറയും ഞാൻ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ കണ്ടല്ലോ, നമ്മൾ പാർലമെന്റിൽ പോയി അദ്ദേഹം കാണിക്കുന്ന ഇതെല്ലാം നമ്മൾ കണ്ടിരുന്നു.
അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ. പക്ഷേ അദ്ദേഹം ശരിക്ക് നമ്മളുടെ ഈ പാർലമെന്റ് ഇതിലേക്ക് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലമായി എറണാകുളം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ MP ഏതാനും ഹൈമാസ് ലൈറ്റുകളും ബസ് സ്റ്റോപ്പുകളും മാത്രം നിർമ്മിക്കുന്ന ഒരു MP ആയി മാത്രം അത്രയും ഒരു താഴ്ന്ന നിലവാരത്തിലേക്കാണ് ഒരു MP-യുടെ പ്രവർത്തനം മാറിയിരിക്കുന്നത്. കൂടാതെ ഒരു MP-ക്ക് ശരാശരി ചെയ്യാവുന്നതിൻ്റെ ഫണ്ട് മുഴുവൻ വിനിയോഗിച്ചിട്ട് തന്നെ ഇല്ലാത്ത ഒരു MP-യാണ് എറണാകുളം പാർലമെന്റ് നിയോജകത്തിലെ MP. 5 വർഷക്കാലം കേരളത്തിലെ ഭരിച്ച ഇടതുപക്ഷ സർക്കാർ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരത എന്നാൽ ഈ വർഷത്തെ വിഷു, ഈസ്റ്റർ, ഈദ് ഉൽ ഫിത്തർ എന്നീ ഉത്സവങ്ങളിൽ സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ ഒരു കൂലിപ്പണിക്കാരനായ ഒരു സാധാരണക്കാരനായ ജനങ്ങളുടെ ശരാശരി മനസ്സ് കാണാത്ത ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. സാധാരണക്കാരന്റെ പേരിൽ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ ഈ സർക്കാർ ഈ സാധാരണക്കാരനെ മറന്നുകൊണ്ട് പല കരിമണൽ ലോബികളിൽ നിന്നും മകൾക്ക് വേണ്ടി ഈ മാസപ്പടി വാങ്ങിച്ചു കൂട്ടി സ്വന്തം മക്കളും കുടുംബവും മാത്രം രക്ഷപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണൻ വിജയിക്കേണ്ടത് ഒരർത്ഥത്തിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അത്യന്താപേക്ഷിതമാണ്. കേന്ദ്ര സർക്കാർ 9 വർഷക്കാലം കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന ഓരോ പദ്ധതികളും ആ പദ്ധതികളെല്ലാം തന്നെ നിങ്ങൾ ആദ്യം ചോദിച്ചതുപോലെ MP ഹൈബി ഈഡനും നേരിട്ട് വാങ്ങിക്കൊണ്ടാണ് ഈ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റേതായ പദ്ധതിയാണ് അല്ലെങ്കിൽ ഫണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ജനങ്ങളുടെ മുമ്പിൽ വോട്ടായിട്ട് അദ്ദേഹം കയറി ചെല്ലുന്നത്. മറിച്ച് ഞങ്ങൾക്ക് പറയുവാനുള്ളത് 9 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഓരോ MP-മാരെയും തരംതിരിച്ചു നോക്കാതെ തന്നെ ഏത് പാർട്ടിക്കാരനാണെന്ന് നോക്കാതെ തന്നെ ഫണ്ടുകൾ അനുവദിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറയുന്നു, കേന്ദ്ര സർക്കാർ വീണ്ടും അധികാരത്തിൽ നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണൻ എറണാകുളം ലോക്സഭയിൽ നിന്ന് വിജയിച്ചാൽ വരാൻ പോകുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾക്കേ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളത്. മെട്രോയുടെ പദ്ധതിയെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ട എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. എങ്ങനെയാണ് മെട്രോ വന്നതും മെട്രോ കൊണ്ടുവന്നതും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾക്കെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട ഓരോ പദ്ധതിയും ജനങ്ങളിലേക്ക് എത്തുന്നത് പൂർണ്ണമായിട്ടും ആ ഭാഗത്ത് ഭരിക്കുന്ന MP മുഖേനയായിരിക്കും. സ്വാഭാവികമാണത്. ആരാണോ ഭരണത്തിൽ വരുന്ന MP1 അത് അദ്ദേഹം പറയുന്നു, ഞാനും അതിനകത്ത് പങ്കുണ്ട് എന്ന് പറയുന്നു. അത് കൂടുതലൊന്നും ജനങ്ങളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതികളാണ് എല്ലാം തന്നെ എന്ന് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യമാണ്. ഇപ്പോൾ 100% നമ്മൾ എടുത്തു പറയുമ്പോൾ റോഡ് മാത്രം എടുത്താൽ മതി. ഈ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ റോഡ് മാത്രം നോക്കിയാൽ മതി. നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതികൾ റോഡിൽ മാത്രം നമ്മൾ നോക്കുമ്പോൾ എത്ര രൂപയുടെ ഫണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ റോഡിന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വളരെ അറിയാം. ബഹുമാനായ നിതിൻ ഗഡ്കരിജി അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിരിക്കുന്ന ഫണ്ടുകൾ ഇവിടുത്തെ MP-മാർ പറയുന്നു ഞാൻ മുഖേനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചുകൊണ്ടാണ് ഈ കേരളത്തിന്റെ പല മുക്കിലും മൂലയിലും ഞങ്ങളുടെ പദ്ധതി ഞങ്ങളുടെ ഫണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിനൊരു മാറ്റം വരാൻ വേണ്ടിയാണ് ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലുള്ള ആളുകളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നു. ഈ ഫണ്ടുകൾ വിനിയോഗിക്കുക എന്നുള്ള ഒരു കർത്തവ്യബോധത്തോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ പോലുള്ള സ്ഥാനാർത്ഥികളെ പൂർണ്ണമായിട്ടും എറണാകുളം പോലുള്ള ഒരു മേഖലകളിൽ ഞങ്ങൾ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ വിജയിപ്പിക്കുക, വിജയത്തിന്റെ ശോഭാനത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ള മാത്രമാണ് ജനങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. NDAയുടെ സ്ഥാനാർത്ഥി നമുക്കറിയാം, ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറാണ് ഇവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ 20 MP-മാർ ഇവിടുന്ന് ജയിച്ചു പോയതാണ്. 19 MP-മാർ UDF-ന്റെയും LDF-ന്റെ ഒരാളും. എന്താണ് അവർ കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണ് അവരിവിടെ ചെയ്തിട്ടുള്ളത്? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനോട് അവർ ആവശ്യപ്പെട്ടുകൊണ്ട് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതാണ് എറണാകുളത്തെ ജനങ്ങൾ പറയുന്നത്. ഇത്തവണ
അത് ആർക്കൊപ്പമാണ് എന്നുള്ള കൃത്യമായ അവലോകനം അവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. നാളെ വീണ്ടും കാണാം മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും. അതുവരേക്കും സൈനിങ് ഓഫ്. വോട്ടോട്ടം co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp, ICL FinCorp, the intelligent choice. NITC, ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. co-powered by അമൃതവേണി. അമൃത് വേണി ഹെയർ എലിക്സിർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ. Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. In association with ബ്രൂക്ക് പെയിന്റ്സ് നമ്മുടെ വീടിന് ഭംഗിയും സുരക്ഷയും നൽകുന്നു. കേസരികൾ